ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ ടു സിനിമയുടെ 5ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ സിനിമയുടെ കേരള ട്രാക്കിംഗ് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് എല്ലാം തന്നെ ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ സിനിമ ട്രാക്കിംഗ് കളക്ഷനിലെ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 19 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് 40 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് സിനിമയ്ക്ക് ഉണ്ടാകും. ഇന്നത്തോടെ 4,80,00,000ത്തിലേക്കും സിനിമയുടെ കേരള ഗ്രോസ് എത്തും. നാളെയോടെ 5 കോടി കേരളത്തിൽ കളക്ഷൻ കടക്കാനായിട്ടിറങ്ങുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് വെർഡിക്റ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ്. 8 കോടി രൂപയ്ക്കാണ് സിനിമ കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നത്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ തിങ്കളാഴ്ചത്തെ ഇതിന് സമാന കളക്ഷൻ തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടിയാണെങ്കിൽ ഇന്നും 4-5 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ 124-125 കോടി റേഞ്ചിലേക്ക് സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസും എത്തുന്നതാണ്. ആകെ 5 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മികച്ച കളക്ഷൻ കമലഹാസന്റെ ഇന്ത്യൻ ടു നേടിയിട്ടുണ്ടെങ്കിൽ പോലും ശങ്കർ സംവിധാനം ചെയ്ത സിനിമയുടെ ബഡ്ജറ്റ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കളക്ഷൻ ഒട്ടും നല്ല സൂചനയല്ല നൽകുന്നത്. സിനിമ ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ പരാജയവും ഉറപ്പാക്കിയിരിക്കുകയാണ്. 170 കോടി രൂപയ്ക്ക് മുകളിൽ തിയേറ്റർ റൈറ്റ്സ് ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ട സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ 350 കോടിയിലേക്ക് എത്തപ്പെടണം. അതിലേക്കും സിനിമ എത്തപ്പെടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ന് എത്ര കോടി ഫൈനലിലേക്ക് എത്തപ്പെടുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. 120 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടന്നതോടെ മഹാരാജ, റൺമണി 4 എന്നീ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ മറികടന്ന ഇന്ത്യൻ ടു ഇപ്പോൾ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.